വോട്ടെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. വ്യവസ്ഥാപിത രീതിയിലായിരുന്നില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് തോൽക്കുകയും BJP ജയിക്കുകയും ചെയ്തുവെന്നത് വസ്തുതയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചും SIRലൂടെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയും പച്ചയായ വർഗീയ ധ്രുവീകരണം സാധ്യമാക്കിയുമായിരുന്നു BJP വിജയം. എന്നാൽ വിജയത്തിൽ മതോന്മത്തരായ BJP അണികൾ സംസ്ഥാന വ്യാപക ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. സംസ്ഥാനത്തുടനീളം നടന്ന BJP ആക്രമണങ്ങളിൽ ഇതിനകം 2 പേർ കൊല്ലപ്പെട്ടു. മുർഷിദാബാദിലെ ജിയാഗഞ്ചിലെ ശ്രീപത് സിംഗ് കോളേജിന് മുന്നിലുള്ള ലെനിന്റെ പ്രതിമ BJP പ്രവർത്തകർ തകർത്തു. കൊൽക്കത്ത സർവകലാശാലയുടെ ക്യാമ്പസിൽ അതിക്രമിച്ചു കയറിയ ABVP-ക്കാർ വിദ്യാർത്ഥികളെ ആക്രമിച്ചു. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയത്. ഗൗരംഗ് നഗറിൽ CPI ഓഫീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം CPIM പ്രവർത്തകർ സ്ഥലം വിട്ടെന്നുറപ്പാക്കിയെത്തിയ ഗുണ്ടകൾ ഓഫീസിന് മുന്നിൽ സ്തൂപം തകർക്കുകയും BJP കൊടി കെട്ടുകയും ചുവരുകളിൽ കാവിനിറം പൂശുകയും ചെയ്തു. സംഭവമറിഞ്ഞ പ്രവർത്തകർ സംഘടിച്ചെത്തിയപ്പോൾ അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. സോനാർപൂരിലും ഹൗറയിലെ അംതയിൽ കുഷബേരിയയിലും CPIM പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിച്ചു. അക്രമികളിൽ ചിലർ അടുത്തിടെ TMC വിട്ട് BJPയിൽ ചേർന്നവരാണ്. ചാമുർച്ചി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തി അവിടെ BJP പതാകകൾ സ്ഥാപിച്ചു. പ്രദേശത്തെ ഒരു TMC ഓഫീസ് ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. വിജയാഘോഷങ്ങളുടെ പേരിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും BJP പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തുകയും രാഷ്ട്രീയ എതിരാളികളുടെ ബാനറുകളും ചിത്രങ്ങളും തകർക്കുകയും ഓഫീസുകൾ ആക്രമിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. TMCയുടെ ധുപ്ഗുരി ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്നുകയറി കൈയടക്കുകയും BJP പതാക ഉയർത്തുകയും ചെയ്തു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമല്ല പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ചും അക്രമം അഴിച്ചുവിടുകയും കടകളും വീടുകളും തകർക്കുകയും ചെയ്യുന്നുവെന്ന വാർത്തകളുമുണ്ട്. കൊൽക്കത്ത നഗരത്തിൽ പുരാതനമായ ന്യൂ മാർക്കറ്റ് പ്രദേശത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുകിട വ്യാപാരികൾ ബുൾഡോസറുമായി എത്തി ഭീഷണിപ്പെടുത്തി. മാംസവ്യാപാരം നടത്തുന്ന 1ലധികം കടകൾ തകർക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയായിരുന്നു ഈ ആക്രമണങ്ങൾ നടത്തിയത്. കൊൽക്കത്ത നഗരസഭയിലെ മുസ്ലിം സമുദായ ആധിപത്യത്തിലുള്ള വാർഡുകളിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകർ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ന്യൂ മാർക്കറ്റിൽ 2 TMC ഓഫീസുകളും തകർത്തു. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 3 ദിവസത്തിലധികമായി ആക്രമണങ്ങൾ തുടരുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. പശ്ചിമ ബംഗാളിലെ BJP വിജയം അധാർമികമാണെന്നതിന് ശക്തമായ തെളിവുകളുണ്ടെങ്കിലും നിയമപരമായി തെളിയിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഫാസിസ്റ്റ് സംവിധാനം അധികാരസ്ഥാനത്തുള്ള ഒരു രാജ്യത്ത് അസാധ്യമാണ്. എന്നാൽ ആ വിധി നടത്തിയ ജനങ്ങളെ പോലും വിഡ്ഢികളാക്കുന്ന ആക്രമണങ്ങളാണ് BJP പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. തങ്ങൾ നേടിയ വിജയം അധാർമികമായിരുന്നുവെന്ന സ്വയം ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തി ചർച്ചകളെ വഴിമാറ്റാൻ ശ്രമിക്കുന്നത്. അതിന് വെള്ളവും വളവും നൽകുന്ന സമീപനം നേതാക്കളിൽ നിന്നുണ്ടാകുകയും ചെയ്യുന്നു. നന്ദിഗ്രാമിൽ നിന്ന് വിജയിച്ച സുവേന്ദു അധികാരിയുടെ പ്രസ്താവന അത്തരത്തിലുള്ളതാണ്. നന്ദിഗ്രാമിലെ തന്റെ വിജയത്തിനു പിന്നിൽ ഹിന്ദു വോട്ടർമാരാണെന്നും അവർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുകയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വർഗീയതയും വിദ്വേഷവും ശക്തമായ പ്രചാരണായുധമാക്കിയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നതിനാൽ ഇത്തരം പ്രസ്താവനകൾ അപ്രതീക്ഷിതമല്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ എത്രയുണ്ടായാലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയാണെന്നാണ് പൊതുധാരണ. അതിനെ നിരാകരിക്കുന്ന പ്രസ്താവനയാണ് സുവേന്ദുവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസ്താവന കൂടിയാണിത്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വേളയിൽ TMCയുടെ ഭാഗത്തു നിന്നും എതിരാളികൾക്കു നേരെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ആക്രമണത്തിന് ന്യായീകരണമായിരുന്നില്ല. വിജയത്തിന്റെ പേരിലുള്ള ഏത് ആക്രമണവും ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തലും ജനവിധിയെ അവഹേളിക്കലുമാണ്.